ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കുട്ടീസ് കിച്ചൺ. ഇന്ന് നമ്മൾ ഒരു അടിപൊളി മജ്ബൂസുമായിട്ടാണ് വന്നിരിക്കുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്താലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അത് മറന്നു പോകരുതേ. പിന്നെ ഇഷ്ടപ്പെട്ടാൽ ഷെയറും ലൈക്കും ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു വേണ്ടി ഞാനിവിടെ 1 കിലോ ബസുമതി അരി എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ കഴുകിയതിനു ശേഷം 1 മണിക്കൂർ കുതിർത്തി വെച്ച അരിയാണ്. അതിനുശേഷം ഞാനിവിടെ ഒരു ഫ്രൈയിങ് പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എണ്ണ നന്നായി ചൂടായി വരുമ്പം നമുക്ക് ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ അരമണിക്കൂർ മുമ്പ് ഉപ്പും മഞ്ഞളും ചേർത്ത് മാഗ്നേറ്റ് ചെയ്ത് വെച്ച ചിക്കനാണ്. ഇനി നമുക്ക് ഈ ചിക്കൻ ഒന്ന് നന്നായി ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇത് അടച്ചു വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഇതാ ഏകദേശം ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഈ സമയം നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ്റെ അടിഭാഗമൊക്കെ നന്നായി കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഞാൻ ചിക്കൻ ഇതേപോലെ നന്നായി ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള മസാല തയ്യാറാക്കാൻ വേണ്ടി അടികട്ടിയുള്ള ഒരു പാത്രം ഞാൻ എടുത്തിട്ടുണ്ട്. ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. സൺഫ്ലവർ ഓയിൽ നന്നായി ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് പട്ട ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 പട്ട ചെറുതായി പീസാക്കിയതിന് ശേഷമാണ് ചേർത്തത്. പിന്നെ 1 ടീസ്പൂൺ ചെറിയ ജീരകം, അതിനുശേഷം 1 ടേബിൾ സ്പൂൺ കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് നന്നായി മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വലിയ 3 സവാളയാണ് ചേർക്കുന്നത്. ഇത് ഞാൻ അരിഞ്ഞു വെച്ച സവാളയാണ്. ഇനി നമുക്ക് സവാള ചേർത്ത് ഇത് നന്നായി മിക്സ് ചെയ്യാം. സവാള ചേർത്തതിന് ശേഷം ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഈ സമയം ചേർക്കുന്നതാണ് നല്ലത്. കാരണം നമുക്ക് സവാള പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും. അതുകൊണ്ട് ഉപ്പ് ഈ സമയം ചേർക്കുന്നതാണ് നല്ലത്. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടാവും. ഈ സമയം നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വലിയ 4 തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം തക്കാളിയൊക്കെ നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു ചെറിയ പീസ് ജിഞ്ചറും 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയുടെ പേസ്റ്റുമാണ് ഇതിൽ ചേർത്തിട്ടുള്ളത്. ഇനി നമുക്കിത് കുറച്ച് നേരം അടച്ചു വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് മാഗിയുടെ സ്റ്റോക്ക് ചേർക്കണം. ഞാനിതാ ഈ ഒരു പാക്കറ്റ് സ്റ്റോക്കാണ് ഉപയോഗിക്കുന്നത്. നമുക്കിതിനി ഇതേപോലെ കൈ ഉപയോഗിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മജ്ബൂസ് മസാല ചേർക്കാം. ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ മജ്ബൂസ് മസാലയാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് ഉണക്ക നാരങ്ങ ചേർക്കണം. ഇത് ഞാൻ ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് മസാലയൊക്കെ നന്നായി പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ കട്ട് ചെയ്യുന്നത്. ഇങ്ങനത്തെ 2 ഉണക്ക നാരങ്ങയാണ് ഞാൻ ചേർക്കുന്നത്. ഇനി നമുക്ക് ഇതെല്ലാം ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചിക്കനും ചേർത്ത് ഇത് നന്നായി മിക്സ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ചൂടുവെള്ളമാണ് ചേർക്കുന്നത്.
1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്ന അളവിലാണ് ഞാനിവിടെ വെള്ളം എടുത്തിട്ടുള്ളത്. വെള്ളം ചേർത്തതിന് ശേഷം ഇതൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഈ സമയം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇത് നന്നായി ഒന്ന് തിളച്ച് വരുന്ന സമയം നമ്മൾ നേരത്തെ എടുത്തു വെച്ച ബസുമതി അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ബസുമതി അരി ചേർത്ത് ഇത് നമുക്ക് നന്നായി മിക്സ് ചെയ്യാം. ഇനി ഇത് അടച്ചു വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഈ മജ്ബൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് മല്ലിയിലയും മുളകും ചേർത്ത് കൊടുക്കാം. മുളകിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ മുളക് ഇങ്ങനെ ഇതിൽ വെച്ച് കൊടുക്കുന്നത്. ഇനി ഇതൊരു 4 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതാ നമ്മുടെ സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ഈ മജ്ബൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ റെസിപ്പി നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം എന്നെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. അടുത്തൊരു നല്ല റെസിപ്പിയുമായി ഞാൻ വരുന്നത് വരേക്കും എല്ലാവർക്കും ബായ്.